الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. صدق الله العظيم. لا تحل المسألة لغني ولا لذي مرة سبي. صدق نبينا رسول الله. على ما سؤال الناس والرزق واسع، وأنت صحيح لم تخنك الأصابع. فكن طالبا للرزق من رازق الغنى، وخلي سؤال الناس فالله صانع. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈറാക്കി തരട്ടെ. വിചാരിച്ച വിഷയങ്ങളിലൊക്കെയും വിജയം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അതിശ്രേഷ്ഠമായ വിഭാഗമാണ് മനുഷ്യ വിഭാഗം. ആ മനുഷ്യർ അവരുടെ ബഹുമാനത്തെയും അവരുടെ പദവിയെയും നിലനിർത്തിക്കൊണ്ടുള്ള സഞ്ചാരമാണ് അവർ നടത്തേണ്ടത്. അതിന് വിഘാതമാകുന്ന താണ പ്രവൃത്തികളിലൊന്നും മനുഷ്യനെ ഏർപ്പെടാൻ നിൽക്കരുത് എന്നുള്ള ഉപദേശമാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ നടത്തിയിട്ടുള്ളതിൽ ഒന്ന്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാഇന്റെ 70-ാമത്തെ ആയത്തിൽ പറയാണ്, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കും, ബഹുമാനിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റ് സൃഷ്ടികളിൽ നിന്നെല്ലാം മനുഷ്യന് ബഹുമാനം കൊടുത്തിട്ടുണ്ട്. കരയിലൂടെയും കടലിലൂടെയൊക്കെ സഞ്ചരിക്കാനും അവരുടെ ജീവിത മാർഗങ്ങളുമായിട്ട് ഇടപെടാനും ബന്ധപ്പെടാനും ഇഴുകിച്ചേരാനുമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു. നല്ല ഭക്ഷ്യവിഭവങ്ങൾ നമുക്ക് നാം അവർക്ക് കരയിലും കടലും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച അനേകം പടപ്പുകളുടെ കൂട്ടത്തിൽ നിന്നെല്ലാം എത്രയോ ശ്രേഷ്ഠതയും ബഹുമാനവും നാം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മനുഷ്യൻ അള്ളാഹു നൽകി വെച്ചിട്ടുള്ള സൗകര്യപ്പെടുത്തിയ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിച്ച് വേണം പ്രവർത്തിക്കുവാൻ. അതിന് വിഘാതമാകുന്ന ഒരു ശീലമാണ് ചില ആളുകളിൽ ഇന്ന് കാണുന്ന യാചന. കയ്യും കാട്ടിങ്ങനെ വരിക. യാചന എന്നത് വലിയൊരു ദുശ്ശീലമായി സമൂഹത്തിൽ നിലനിൽക്കണം. എല്ലാ വിഭാഗത്തിലും ഉണ്ട്, നമ്മുടെ സമൂഹത്തിലും നന്നായിട്ടുണ്ട്. യാചന പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ പൊതുവായിട്ടുള്ള തിയറി. ഓരോ സത്യവിശ്വാസിയും വളരെ സൂക്ഷിക്കൽ അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ യാചന വരാതെ കൈകാട്ടി യാചിക്കേണ്ട ഇരക്കുന്നൊരു സ്വഭാവം ഇല്ലാതെ ജീവിക്കാൻ എല്ലാവരും വളരെ ശക്തിയായി ശ്രദ്ധിക്കണം. ഇല്ല ചില അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ വല്ലാതെ ലറൂറത്ത്. ഏതുപോലെ എന്ന് വെച്ചാല് തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ശവം തിന്നലെ ഹലാലാകുമല്ലോ. ശവം തിന്നലെ പൊതുവെ ഹറാമാണ്. പക്ഷെ വേറൊന്നും കിട്ടണില്ല. ഈ ശവം തിന്നിട്ടില്ലെങ്കിൽ ഇവന്റെ ജീവനും കൂടി നഷ്ടപ്പെട്ടു പോകും എന്ന് വന്നാൽ ശവം തിന്നലെ ഹലാൽ. ഇതുപോലെ അനിവാര്യമായി നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് അത് ചെയ്യാവൂ, അല്ലാത്ത ഘട്ടത്തിൽ ചെയ്യാൻ പറ്റൂല. ഇതാണ് ഇസ്ലാമിന്റെ പൊതുവായ തിയറി. തിരുനബി പഠിപ്പിച്ചു, ലാ തഹില്ലുൽ മസ്അല, യാചന ഹലാലല്ല. ലിഗനിയ്യിൻ, സാമ്പത്തികമായി കഴിവുള്ളയാൾക്ക് യാചന അനുവദനീയമല്ല. വലാലിദി മിറത്തിൻ സബിയ്യിൻ,
അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാതെ ശാരീരികമായിട്ട് ശേഷിയുള്ള ആളാണെങ്കിൽ ഓനിക്കും എന്തില്ല, യാചന അനുവദനീയമല്ല. ഓനിക്ക് സ്വത്തുണ്ടാവണം എന്നല്ല, തടി കൊണ്ട് അധ്വാനിക്കാൻ കഴിയുന്ന ആളാണ് ഓനിക്കും യാചന അനുവദനീയമല്ല. ഇപ്പൊ അടുത്ത പത്രത്തിലൊക്കെ വലിയ റിപ്പോർട്ടായി വന്നിരുന്നു, ഒരു യാചകനെ പിടികൂടി. അപ്പൊ അവന്റെ ബാങ്ക് ബാലൻസ് പരിശോധിച്ച് നോക്കുമ്പോൾ കോടിക്കണക്കിന് ഉറുപ്പ്യ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ വലിയ വലിയ പട്ടണങ്ങളിൽ വലിയ വലിയ നിലകളുള്ള കെട്ടിടങ്ങൾ ഓർക്ക് സ്വന്തമായിട്ടുണ്ട്, വാടക കൊടുക്കുന്ന കെട്ടിടങ്ങൾ. എന്നാലും ഓന്റെ തന്നെ പരിപാടി യാചന തന്നെയാണ്. ഒരിക്കലും സാമ്പത്തിക ശേഷി ഉള്ളവരും യാചന നടത്തരുത്, ശാരീരിക ശേഷിയുള്ളവരും യാചന നടത്തരുത്. ഇത് രണ്ടാൾക്കും ഇത് പാടില്ല എന്നാണ് തിരുനബിയുടെ ഹദീസ് ഉള്ളത്. പിന്നെ ശാരീരിക ശേഷി ഉണ്ടായിട്ടും പണിയെടുക്കാൻ പോകാതെ അലസത കാണിച്ച് നടക്കണ ആളുകൾക്ക് സക്കാത്തോ സ്വതക്കയോ കൊടുത്തുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം കൊടുക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞ പാഠം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് ഓർമ്മിച്ചാൽ മതി. നോക്കൂ, നിങ്ങൾ തിരുനബി പറയാണ്, മസ്അലത്തുൽ ഗനി, ശേഷിയുള്ളയാള് യാചന നടത്തുന്നത് നാറും, അയാൾ ഈ വാങ്ങിക്കൂട്ടുന്നത് അഗ്നിയാണ്, നരകമാണ്, തീയാണ്. ഇങ്ങനെ യാചിച്ചിട്ട് കുറച്ചാണോ കിട്ടിയത്, എന്നാൽ കുറച്ച് നരകമാണോ വാങ്ങിയത്. ഇനി യാചന നടത്തിയിട്ട് കൂടുതൽ കിട്ടിയോ എങ്കിൽ കൂടുതൽ തീയാണ് അവൻ വാങ്ങിയത്, കൂടുതൽ നരകമാണ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിനനുസരിച്ച് നരകം കൂടാ, തീ കൂടുതൽ ശക്തി കൂടാന്നല്ലാതെ ഓനിക്കതുകൊണ്ട് ഗുണമില്ല. തിരുനബിയോട് ഒരിക്കൽ ചോദിച്ച് യാചന അനുവദനീയമല്ലാത്ത കഴിവിന്റെ പരിധി എത്രയാണ്? തിരുനബി പറഞ്ഞല്ലോ, കഴിവുള്ള ആൾ യാചിക്കരുത്, ഈ കഴിവ് എത്രയാണ്, ഈ യാചിക്കാൻ പാടില്ല എന്ന് പറയുന്ന കഴിവിന്റെ അളവ് എത്ര എന്ന് ചോദിച്ചപ്പോ കാല സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി പറഞ്ഞു, ഖദറു ഗദഇഹി വഇശാഇഹി, ഒരു ദിവസം 2 നേരം ഭക്ഷണം കഴിക്കാനുള്ള ആസ്തി ഉണ്ടാവുക, ശേഷി ഉണ്ടാകുക, കഴിവുണ്ടായി. അതുള്ളവർക്ക് യാചന പാടില്ല. ഒരു ദിവസം 2 നേരത്തെ ഭക്ഷണം, ഉച്ചയ്ക്ക് മുമ്പുള്ള ഭക്ഷണം, വൈകുന്നേരമുള്ള ഭക്ഷണം, ഇത് 2 നേരത്തെ ഭക്ഷണമാണ്. ഈ 2 നേരത്തെ ഭക്ഷണം ഒരു ദിവസം കഴിക്കാൻ ശേഷിയുള്ള ഒരാള് എന്ത് ചെയ്യാൻ പാടില്ല, യാചിക്കാൻ പാടില്ല. ഒരാൾ കയറെടുത്തിട്ട് കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് ആ കയറിൽ കെട്ടിക്കൊണ്ടുവന്നിട്ട് കടകളിലോ വീടുകളിലോ ആവശ്യക്കാർക്കോ കൊടുത്തിട്ട് കാശ് വാങ്ങി ഉണ്ടാക്കിയ ജീവിതം കഴിയുക, അതാണ് കയറ്. ജനങ്ങളോട് കൈ കാണിച്ച് ചോദിക്കുന്നതിനേക്കാളും നല്ലത് കയറ് എടുത്തിട്ട് കാട്ടിൽ പോവുക, ആകുന്ന വിറക് വെട്ടിയിട്ട് കെട്ടാക്കി കൊണ്ടുവന്നിട്ട് വിൽക്കുക. ഒരു നിസ്സാര പണിയായിട്ട് തോന്നും, പക്ഷേ അതാണ് ഏതിനേക്കാളും ഉത്തമം, യാചിക്കുന്നതിനേക്കാളും ഉത്തമം. അഴുത്തു ഔ മനോഹരം ഇങ്ങനെ ചോദിച്ചു നടക്കുമ്പോഴോ ചിലരെന്തെങ്കിലും കൊടുക്കും, ചിലരെ പോന്ന് പറഞ്ഞ അകറ്റുകയും ചെയ്യും. ഇതാണ് ഉണ്ടാവുക. പക്ഷേ അന്തസ് അതിനേക്കാൾ കൂടുതൽ എന്താണ്, ഒരു കയറും കഷ്ണം എടുത്തിട്ട് കാട്ടു പോവുക, വേറെ വിറക് ശേഖരിക്കുക, വിൽപ്പന നടത്തുക, അതും അത്ര അന്തസ്സാണ് ജീവിതം. ഈ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കവി പാടിയതാണ്, അള്ളാന്റെ റിസ്ഖ് ഭൂമിയിൽ വിശാലമായി കിടക്കുകയാണ്, പിന്നെ എന്തിനാ ഈ ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു നടക്കണ്, ഇറക്കാൻ നടക്കണ എന്തിനാ? നീയാണെങ്കിൽ നല്ല ആരോഗ്യമുണ്ട്, എന്റെ കൈക്കൊന്നും ഒരു കുറവുമില്ലല്ലോ, നിന്റെ കൈ പണയത്തിലൊന്നും അല്ലല്ലോ, നിന്റെ കൈ കൊണ്ട് പണിയെടുക്കാൻ പറ്റാണ്ടൊന്നും ഇല്ലല്ലോ, എന്നിട്ട് പിന്നെ എന്തിനാ ഇതിനെ നടക്കണ? എല്ലാ കഴിവുകളും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന റാസിഖായ അല്ലാഹുവിൽ നിന്ന് നീ റിസ്ക് തേടിക്കോ. ജനങ്ങളോട് ഇങ്ങനെ ചോദിക്കുക, ഇറക്കുക, അത് നീ ഒഴിവാക്കിക്കള. അള്ളാഹുവാണ് എല്ലാം ഉണ്ടാക്കി തരുന്ന ആള്, അതിന് അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് വെച്ചാൽ ഈ യാചന പണി നിർത്തണം എന്നാണ് കവിയും പറയുന്നത്. അപ്പൊ നമുക്ക് ഇസ്ലാമിൽ തീരെ പ്രോത്സാഹനമില്ലാത്ത സംഭവമാണ്, വളരെയധികം വർദ്ധിച്ചു എന്ന് മാത്രമല്ല ജനങ്ങളുടെ ഈ നല്ല മനസ്സ് ചൂഷണം ചെയ്യുന്ന ചൂഷണക്കാരാണ് കൂടുതലും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം തിരിച്ചറിഞ്ഞു വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാനും സഞ്ചരിക്കാനും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യാൻ. അള്ളാഹു തആല ഒരാളുടെ മുമ്പിലും കൈകാട്ടി യാചിക്കേണ്ട, ദുർഗതി വരുത്താതെ അന്തസ്സോടുകൂടിയുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അന്തസ്സ് അള്ളാഹു നൽകട്ടെ. ആഫിയത്തും റാഹത്തും സിഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
وآخر دعوانا أن